Module 5-ലെ disinfection of water-ന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. Previous വീഡിയോയിൽ നമ്മൾ theory of disinfection-ൽ Chick's law and Watson's law പറഞ്ഞു and different methods, minor methods of disinfecting water പറഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന disinfection method ആണ് പറയാൻ പോകുന്നത്, അതായത് chlorination. So what do you mean by chlorination? It is the process of adding chlorine to water to kill or inactivate microorganism. മൈക്രോഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, ക്ലോറിൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോറിനേഷൻ. ഇനി ക്ലോറിനേഷൻ ഏറ്റവും ഇത്രയും കോമൺലി യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഡിസിൻഫെക്റ്റൻറ്റ് കമ്പയർഡ് ടു അതർ disinfectant. At the same time, most commonly available, locally available and economically നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് പറഞ്ഞാൽ ഇത് എല്ലാ തരം മൈക്രോ ഓർഗാനിസംസിനെയും കില്ല് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സി ഹിയർ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ബോൺ ഡിസീസസ്. അതിൽ ബാക്ടീരിയ കൊണ്ടുള്ള ഡിസീസസ് ഉണ്ട്, വൈറസ് കൊണ്ടുള്ളതുണ്ട്, പ്രോട്ടോസോവ കൊണ്ടുള്ളത്. പക്ഷേ ഇതിൽ ക്ലോറിൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക ഇൻ ദ കേസ് ഓഫ് ബാക്ടീരിയനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കും. പക്ഷേ ഇറ്റ് വിൽ ബി ലീസ്റ്റ് എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് പ്രോട്ടോസോവ. പ്രോട്ടോസോവയുടെ കേസിൽ അത്രയൊന്നും അതിന് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും ക്ലോറിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വി ആർ വെരി മച്ച് അഷ്യൂർ ദാറ്റ് all type of bacteria will be destroyed, especially E. coli ഒക്കെ നല്ല രീതിയിൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചിരിക്കും. അപ്പോൾ see here the most effective it is in bacteria and it will go in the decreasing order to protozoa. Now what is chlorination? Chlorination explain ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറിയാണ് enzymatic hypothesis. ഓക്കെ, ഇതാണ് മോസ്റ്റ് കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി. ഇതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലിലുള്ള എൻസൈമായിട്ട് ഇന്റർഫിയറൻസ് നടത്തുന്നു. ബാക്ടീരിയൽ സെല്ലുള്ള എൻസൈമായിട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് ഇതിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജ് ഓഫ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പെനിട്രേറ്റ് ഇൻ ടു ദ സെൽ വാളിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ആണ് ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ദി എൻസൈം. ഓക്കെ, രണ്ട് സ്റ്റേജ് പ്രോസസ്സിലേക്കൂടെയാണ് ഈ കംപ്ലീറ്റ് ക്ലോറിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ക്ലോറിനിൽ മിക്സ് ചെയ്യുമ്പോൾ, ക്ലോറിൻ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക. ഫസ്റ്റ് വെൻ എവർ ദ എലമെന്റൽ ക്ലോറിൻ ഈസ് റിയാക്ടിങ് വിത്ത് വാട്ടർ, അത് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എച്ച് ആൻഡ് ഒ എച്ച് അയൺസ് ആയിട്ട് മാറും. അപ്പം എച്ച് അയണും ഒ എച്ച് അയണും ആയാൽ ആ ഒ എച്ച് അയൺ ആദ്യം ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറും, HOCl. Remaining H plus ion and Cl minus ion will give you hydrochloric acid. അപ്പോൾ HOCl-ഉം HCl-ഉം ആവും. ഈ HOCl എന്ന് പറയുന്നത് ഉടനടി എന്ത് ചെയ്യും, അയണൈസ് ചെയ്ത് ഹൈഡ്രജൻ അയൺ ആൻഡ് OCl അയൺസ് ആയിട്ട് മാറും. ഹൈഡ്രജൻ ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ് അയൺസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ക്ലോറിൻ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത്. ഒന്നാമത്തെ പ്രോസസ്സ് ഹൈഡ്രോളിസിസ്, ദറ്റ് ഈസ് കമ്പൈനിങ് വിത്ത് വാട്ടർ ആൻഡ് ഫോമിങ് ഹൈപ്പോക്ലോറസ് ആൻഡ് hydrochloric acids. The next process is ionization, that is ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ അയണും ഹൈപ്പോക്ലോറൈറ്റ് അയണായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ മൂന്ന് കോമ്പൗണ്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഹൈപ്പോക്ലോറസ് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ് അയൺസ്. ഇതിൽ ഈ ഹൈപ്പോക്ലോറസ് ആസിഡും ഈ ഹൈഡ്രോക്ലോറൈറ്റ് അയൺസും ആണ് നമ്മുടെ ഈ ഡിസിൻഫെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സോ HOCl ഹൈപ്പോക്ലോറസ് ആസിഡ് ആൻഡ് OCl ഹൈപ്പോക്ലോറൈറ്റ് അയൺസ് വിൽ ഡു ദി പ്രോസസ് ഓഫ് ഡിസിൻഫെക്ഷൻ ഇൻ വാട്ടർ. What do you mean by free available chlorine? ഒരു വാട്ടറിൽ if you have the presence of Cl2, അതായത് elemental chlorine, or molecular chlorine, then hypochlorous acid and hypochlorite ion. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് ടൈപ്പ് ഓഫ് ക്ലോറിൻ വാട്ടറിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്ന് പറയും. ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്ന് പറയും. അപ്പോൾ ഒരു വാട്ടറിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ മിക്സ് ചെയ്യുമ്പോൾ, ക്ലോറിൻ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ ഈ ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ എത്രമാത്രം നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഫ്രീ അവൈലബിൾ ക്ലോറിൻ ഇൻ വാട്ടർ എന്നാ പറയാം. അപ്പം ഡെഫിനറ്റ് ടേം ആണിത്, ഫ്രീ അവൈലബിൾ ക്ലോറിൻ. ഇറ്റ് ഈസ് ദി combination of elemental chlorine, hypochlorous acid and hypochlorite ion. ഇനി ഇത് എപ്പോഴൊക്കെയാണ് ഈ ഒരു കോമ്പിനേഷനിൽ, നല്ലൊരു കോമ്പിനേഷനിൽ വാട്ടറിൽ ഉണ്ടാവാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ if pH is less than 5,
നമ്മുടെ വാട്ടറിന്റെ pH ലെസ് ദാൻ 5 ആണ്, ആസിഡിക് ആണെങ്കിൽ ക്ലോറിൻ എലമെന്റൽ ക്ലോറിൻ ആയിട്ട് നിൽക്കാനാണ് താല്പര്യപ്പെടുക. സോ ദിസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് Cl2. Now if the pH is 5 to 10, ഈ chlorine will react with water and forms HOCl, hypochlorous acid, and then it will form hydrochloric ions, and then this will split into H plus and OCl ions. അപ്പോൾ ഈ രീതിയിൽ അത് പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. എന്നിട്ട് അത് HOCl ഫോമിലും OCl ഫോമിലും നിൽക്കാനാണ് താല്പര്യപ്പെടുക. അതായത് ഹൈഡ്രോക്ലോറൈഡ് ആസിഡ് ആയിട്ടും ഹൈപ്പോക്ലോറൈഡ് അയൺസ് ആയിട്ടാണ് നിൽക്കാൻ താല്പര്യപ്പെടുക. അപ്പോൾ pH 5 to 10 ആണെങ്കിലാണ് ഈ രണ്ടെണ്ണം ഉണ്ടാവും. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഡിസിൻഫെക്ഷൻ നടക്കാന്ന് പറഞ്ഞു അല്ലേ. ഇനി pH ഗ്രേറ്റർ ദാൻ 10 ആണ്, ആൽക്കലൈൻ ആണെങ്കിൽ ഈ OCl മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കി ഇത് പെട്ടെന്ന് എന്ത് ചെയ്ത് പെട്ടെന്ന് അയണൈസ് ചെയ്തിട്ട് OCl ഫോംസ് ആയിട്ട് മാറും. പക്ഷെ OCl വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 80 ടൈംസ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് HOCl ആണ്. OCl കുറച്ച് മാത്രമേ എന്താ എഫക്റ്റീവ് ആവുള്ളൂ ഇൻ കമ്പാരിസൺ വിത്ത് HOCl. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? pH should be in between 5 to 10. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, pH 10ലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഈ pH 5 to 10 ആകുമ്പോഴേക്കും നമുക്ക് ഫ്രീ അവൈലബിൾ ക്ലോറിൻ ഫോമിൽ ക്ലോറിനും ഉണ്ടാവും, ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവും, ഹൈപ്പോക്ലോറൈറ്റ് അയൺസും ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് ക്ലോറിൻ അതിന്റെ ഏറ്റവും 100% എഫിഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷൻ പുറത്തേക്ക് എടുക്കുക, കംപ്ലീറ്റ് ഡിസിൻഫെക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ സംഭവിക്കുക. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ക്ലോറിൻ? അപ്പോൾ ക്ലോറിന് നമ്മൾ 4 തരത്തിലുള്ള ഫോംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലീച്ചിങ് പൗഡർ, ക്ലോറാമിൻസ്, ഫ്രീ ക്ലോറിൻ ഗ്യാസ് ആൻഡ് ക്ലോറിൻ ഡയോക്സൈഡ്. ഏറ്റവും ആദ്യം നമുക്ക് ബ്ലീച്ചിങ് പൗഡർ, അതായത് CaOCl2, അതാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല. ഈ ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ബ്ലീച്ചിങ് പൗഡർ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലോറിൻ ഒക്കെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഹൗസ് ഹോൾഡ് പേർപ്പസിലൊക്കെ ബ്ലീച്ചിങ് പൗഡറാണ് കോമൺലി യൂസ് ചെയ്യുന്നത് കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് പ്രസന്റ് ആവുക. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് മീൻസ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഒറിജിനൽ ഫോം ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഇസ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. സോ CaOCl2 ഇത് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് വാട്ടർ ആൻഡ് ഫോംസ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസിൻഫെക്ഷൻ പേർപ്പസ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എത്രയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 33.33% ഓഫ് അവൈലബിൾ ക്ലോറിൻ ഉണ്ടെന്നാണ് പറയാം. ഒരു കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 33.33% ഓഫ് അവൈലബിൾ ക്ലോറിൻ, ഫ്രീ അവൈലബിൾ ക്ലോറിൻ ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിൻഫെക്ഷൻ നടത്താൻ പറ്റും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സ്റ്റേബിൾ. അതായത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനോ എക്സ്പോസ് ടു എയർ കണ്ടീഷനിൽ വെക്കാനോ പറ്റില്ല, അപ്പോഴേക്കും അതിന്റെ സ്ട്രെങ്ത് ലൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് വലിയ കാലതാമസം ഇല്ലാതെ തന്നെ അത് യൂസ് ചെയ്തത്. അപ്പോൾ ചെറിയ യൂണിറ്റിൽ വീട്ടിലെ പേർപ്പസിന് വേണ്ടിയിട്ടും ചെറിയ എമർജൻസി കണ്ടീഷനിലേക്ക് എപ്പിഡമിക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് ക്ലോറിൻ ആണ് ബ്ലീച്ചിങ് പൗഡർ. ആ രീതിയിൽ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോറിനേഷൻ പേർപ്പസിന് വേണ്ടി ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിവിടെ നമ്മളിപ്പോൾ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അതേപോലെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റിന്റെ റിയാക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടും നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാക്കാം. അപ്പൊ ഈ രണ്ടും, അതായത് ഇങ്ങനെ ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ക്ലോറിനേഷന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് ഹൈപ്പോക്ലോറിനേഷൻ. ഹൈപ്പോക്ലോറൈറ്റ്സ്, അതായത് OCl വെച്ചിട്ട് ചെയ്യുന്ന ഹൈപ്പോക്ലോറൈറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന ക്ലോറിനേഷന് നമ്മൾ ഹൈപ്പോക്ലോറിനേഷൻ എന്ന് പറയും. അപ്പം ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ഈവൻ സോഡിയം ഹൈപ്പോക്ലോറൈറ്റും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് ആണ് ക്ലോറിൻ ഉള്ളത്? 33.3% ക്ലോറിൻ ആണുള്ളത്. ഇത് റിയാക്ട് ചെയ്തിട്ട് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ഉണ്ടാവുക. ആ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ത് ചെയ്യും, ഡിസിൻഫെക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്മോൾ യൂണിറ്റ്സ്, ഫോർ സ്മോൾ ഓർ എമർജൻസി purpose. ഇനി നെക്സ്റ്റ്
ഇത് ഏതൊക്കെ ഫോംസിലാണ് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ്സ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ അതിന്റെ പെർട്ടിക്കുലർ ബ്രാൻഡ് നെയിമാണ്. പിറ്റ് ക്ലോറ്, പിറ്റിസൈഡ്, ഹുഡ് ക്ലോറ്, ഈ രീതിയിലൊക്കെ അത് അവൈലബിൾ ആവാറുണ്ട്. ജനറലി നമ്മൾ എന്നിരുന്നാലും നമ്മൾ ഈ പേരൊന്നും പറയാതെ തന്നെ നമ്മൾ എപ്പോഴും എന്താ പറയാറ് എന്താണ് ബ്ലീച്ചിങ് പൗഡർ ആണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ദീസ് ആർ ദ കോമൺ commercial compounds that available in the market. ഇനി നെക്സ്റ്റ് വൺ ഈസ് ക്ലോറാമിൻസ്. Chloramines എന്ന് പറഞ്ഞാൽ it is a compound of ammonia and chlorine. Ammonia is NH3 and chlorine. Okay, Cl2. ബ്ലീച്ചിങ് പൗഡറിനെ കാട്ടിയും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിലൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലോറാമൈൻ മെത്തേഡ്. അതായത് അവിടെ കോമ്പിനേഷൻ ഓഫ് ക്ലോറിൻ ആൻഡ് അമോണിയ യൂസ് ചെയ്യും. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ബ്ലീച്ചിങ് പൗഡറിനെക്കാട്ടി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ കൂടി ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അമോണിയ വാട്ടറിലേക്ക് ആഡ് ചെയ്യും, അതിനുശേഷം ക്ലോറിൻ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ പാർട്ട് ഓഫ് അമോണിയ ആഡ് ചെയ്യുമ്പോൾ you will use 4.5 parts of chlorine. ആ രീതിയിലാണ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തതിനു ശേഷം തറോ മിക്സിങ് ചെയ്യണം. ഓക്കെ, തറോ മിക്സിങ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കും കഴിഞ്ഞാൽ ഇത് അത്രതൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്യുക. അറൌണ്ട് 20 minutes earlier before നമ്മൾ എപ്പോഴാണോ നമുക്കിത് യൂസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു 20 minutes മുന്നേ അമോണിയ ആഡ് ചെയ്യാം. അമോണിയ ആഡ് ചെയ്തിട്ട് 20 minutes കഴിഞ്ഞതിന് ശേഷം അപ് ടു വിതിൻ 1 hour നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറിൻ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം അമോണിയ ആഡ് ചെയ്യുക, അത് തറോ മിക്സിങ് ചെയ്യാൻ വേണ്ടി മെക്കാനിക്കൽ ഡിവൈസ് തന്നെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക, അതിനുശേഷം ക്ലോറിൻ ആഡ് ചെയ്യുക. ഈ ക്ലോറിൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ വിൽ റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ഫോം HCl ആൻഡ് HOCl, ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്, HOCl ആണ്, അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മോണോക്ലോറാമിൻ, ഡൈക്ലോറാമിൻ ആൻഡ് ട്രൈക്ലോറാമിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ഇങ്ങനെ മോണോക്ലോറാമിൻ ആവുന്നത്, ഡൈക്ലോറാമിൻ ആവുന്നത്, ട്രൈക്ലോറാമിൻ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി pH. അപ്പോൾ pHനനുസരിച്ചാണ് ഈ റിയാക്ഷൻ റേറ്റ് കൂടുക. അപ്പോൾ ജനറലി ഇഫ് ദ pH is greater than 8.5 മോണോക്ലോറാമിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. If the pH is in between 4.5 to 5 ആണെങ്കിൽ ഡൈക്ലോറാമിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. Okay, if the pH is in less than 4.4 ആണെങ്കിൽ ട്രൈക്ലോറാമിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. Okay, ഇനി 5 to 8 ആണ്, if the pH is in between 5 to 8 ആണെങ്കിൽ both മോണോക്ലോറാമിൻസും ഉണ്ടാവും, ഡൈക്ലോറാമിൻസും ഉണ്ടാവും. ഫൈൻ. അപ്പോൾ ഇതെല്ലാം തന്നെ എന്തിന് ഹെൽപ്പ് ചെയ്യും, ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു ബ്ലീച്ചിങ് പൗഡർ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് മോർ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഇത് മോർ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിഡിയൽ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ലോറിനെ നമ്മൾ ആ 3 കോമ്പിനേഷൻ എലമെന്റൽ ക്ലോറിൻ, ഹൈപ്പോക്ലോറസ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ് അയൺസിനെ നമ്മൾ ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്ന് പറഞ്ഞു അല്ലേ. ആ ഫ്രീ അവൈലബിൾ ക്ലോറിൻ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് വാട്ടറിനെ ഡിസിൻഫെക്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന ക്ലോറിൻ തന്നെയാണ് നമ്മൾ റെസിഡിയൽ ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡിയൽ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസിൻഫെക്ഷൻ ക്യാൻ ബി പ്രൊലോങ്ഡ്. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷവും കുറേ നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് അവിടെ അഷ്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. ആ വാട്ടർ കണ്ടാമിനേഷനിലേക്ക് പോവില്ല. അപ്പം ഇവിടെ നമ്മുടെ ഫ്രീ അവൈലബിൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് റെസിഡിയൽ ക്ലോറിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ അമോണിയയും ക്ലോറിനും കൂടി ആഡ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം റിമൈനിങ്, അതായത് വൺസ് ഈ ഡിസിൻഫെക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 16 to 90% ഓഫ് ക്ലോറിൻ still it will be there in water even if up to 20 hours കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ ആ വാട്ടറിൽ ഏകദേശം ഇത്ര തന്നെ ഒരു 60% ഓഫ് ക്ലോറിൻ ലെഫ്റ്റ് ഓവർ ഉണ്ടാവും. ക്ലോറിൻ ആ വാട്ടറിൽ വീണ്ടും അവിടെ തന്നെ ഉണ്ടെന്നതിൻ്റെ അർത്ഥം എന്താണ്, ദ വാട്ടർ cannot be contaminated. വാട്ടർ കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ പോലും ഡിസിൻഫെക്ഷൻ നടക്കും. അപ്പോൾ ക്ലോറിൻ്റെ പ്രസൻസ് ഈവൻ ആഫ്റ്റർ 20 hours നമുക്കവിടെ നമുക്ക് പ്രസൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ലോങ്ങർ ടൈം എഫക്റ്റീവ് ആണെന്ന് പറയാം. അതേപോലെ this will prevent bad taste and color. ഓക്കെ, പക്ഷെ അതേപോലെ ഇത് ഇറ്റ് വിൽ കോസ് ലെസ് ഇറിറ്റേഷൻ ടു ഐസ്. അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നോ ഡേഞ്ചർ ഓഫ് ഓവർഡോസ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ ഇത് മെല്ലെ ഇനീഷ്യൽ റിയാക്ഷൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ റിയാക്ഷൻ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണൽ മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യേണ്ടി വരും.
അത് മാത്രമാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഫ്രീ ക്ലോറിൻ. Free chlorine is available in two form, gaseous form and liquid form. അപ്പോൾ ആദ്യം gaseous ഫോമിനെ കുറിച്ച് പറയാം. gaseous form free chlorine എന്ന് പറഞ്ഞാൽ it will be in a greenish yellow color. Okay, and ഇത് poisonous ആണെന്ന് പറയാൻ കാരണം it is very irritative to our respiratory system. അപ്പോൾ നമ്മളിത് ഉള്ള ചേമ്പറിൻ്റെ അകത്ത് ഇത് ഉള്ള റൂമിൻ്റെ ഇത് സ്റ്റോർ ചെയ്ത റൂമിൻ്റെ അകത്തൊക്കെ പോകുമ്പോൾ പ്രോപ്പർലി ഗ്യാസ് മാസ്ക് യൂസ് ചെയ്തിട്ട് വേണം കയറി പോകാൻ. അല്ലെങ്കിൽ ഇത് നമുക്ക് പലപ്പോഴും ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ചിലവരുടെ കേസിൽ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, ഇറിറ്റേഷൻസ് ഓൺ സ്കിൻ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇനി ഇത് ഒരു 2.4 times heavier than air ആണ്, absolutely pure 100% available chlorine ആണ്. So it has to be ഇത് gaseous ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഇത് സിലിണ്ടറിൻ്റെ അകത്ത് seamless സിലിണ്ടറിൻ്റെ അകത്ത് under pressure of 7 to 11 kg/cm². കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റീൽ സിലിണ്ടേഴ്സ് whatever we are using, it should withstand a pressure of 35 kg/cm². അപ്പോൾ അത്രയും പ്രഷർ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീലിൻ്റെ അകത്തായിരിക്കണം നമ്മൾ ഈ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന അണ്ടർ പ്രഷർ ഓഫ് 7 to 11 kg/cm². അപ്പോൾ ഇത് ആവശ്യം വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് എ സ്മോൾ പോർഷൻ ഓഫ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ദെൻ ഇറ്റ് ഈസ് ഫെഡ് ഇൻ ടു ദി മെയിൻ ടാങ്ക്. ഓക്കെ, ആ രീതിയിലാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഗ്യാസ് സിലിണ്ടേഴ്സിലാണ് ഇത് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഇത് കൺട്രോൾ യൂണിറ്റ് വഴി എത്രയാണോ വാട്ടർ വരുന്നത് അതിനനുസരിച്ച് ഇവിടെ ഒരു വെഞ്ചുറിമീറ്ററിൻ്റെ അകത്തേക്ക് ഈ ക്ലോറിൻ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷമാണ് മെയിൻ ടാങ്കിലേക്ക് കൊടുക്കുക. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ നമ്മൾ എന്താ ഗേഷ്യസ് ഫോം ഓഫ് ക്ലോറിൻ ഫീഡ് ചെയ്യുക. ഓക്കെ, these are the other types of cylinder device that will be used as a feeding mechanism. അപ്പോൾ നേരത്തെ പോലെ തന്നെ സെയിം തന്നെ ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് നമുക്ക് ചെറിയ സ്പേസിൽ ലാർജ് എമൗണ്ട് ഓഫ് ക്ലോറിൻ സൂക്ഷിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നോർമലി നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലൊക്കെ ഇങ്ങനെയാണ് ക്ലോറിൻ ഫീഡ് സിസ്റ്റം യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഹാൻഡിൽ ചെയ്തോളും, കൺട്രോൾ ചെയ്തോളും, എമൗണ്ടും കൺട്രോൾ ചെയ്തോളും, അതിനനുസരിച്ച് ഇൻജെക്ട് ചെയ്തോളും. ഇനി നെക്സ്റ്റ് വൺ ഈസ് free chlorine, that is in liquid form. gaseous form കഴിഞ്ഞു, ഇനി liquid form ആണ്. അപ്പോൾ liquid formൽ ഈ ക്ലോറിൻ കാണുന്നത് amber colored oily നേച്ചറിലുള്ള ഒരു ലിക്വിഡ് ആയിട്ടാണ് കാണാം. അപ്പോൾ ഇതിൻ്റെ 1 volume of liquid will correspond to again 460 volume of gas. അപ്പോൾ ഇത്രയും ചെറിയൊരു ഏരിയയിൽ ഇത്രയും സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും എന്താ ചെയ്യുന്ന സിലിണ്ടറിൻ്റെ അകത്ത് ലിക്വിഡ് ഫോമിൽ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ again this is subject to a pressure of 7 kg/cm² and it is stored in mechanical containers under a pressure of 10.5 kg/cm². അപ്പം ഈ രീതിയിലും അത് സ്റ്റോർ ചെയ്യാം. അപ്പം ഈ രീതിയിലാണ് അത് സ്റ്റോർ ചെയ്തിട്ട് പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത് ആവശ്യം വരുമ്പോൾ കൺട്രോൾ യൂണിറ്റ് വഴി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെഞ്ചുറി യൂണിറ്റിൽ റെഗുലേറ്റ് ചെയ്ത എമൗണ്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യും. ഫൈൻ. So these are the other flow diagrams in which we can see the application of chlorine into the treatment plant. And next one is chlorine dioxide, ClO2. അപ്പം ഇത് ക്ലോറിനെക്കാട്ടിയും ബാക്ടീരിയൽ പ്രോപ്പർട്ടീൻ്റെ കേസിൽ എഫക്റ്റീവ് ആണ്, പക്ഷേ ഹൈലി അൺസ്റ്റേബിൾ ആണ്. സോ യൂസേജ് ഈസ് വെരി ലിമിറ്റ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ് ടു സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ മുകളിലേക്കൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ക്ലോറിൻ ഡയോക്സൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ വാട്ടർ ട്രീറ്റ്മെന്റ് മെക്കാനിസത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആകെയുള്ളത് എന്താണ്, ഇറ്റ് ഈസ് 2.5 times ഹൈ പവർഫുൾ ദാൻ ക്ലോറിൻ. അപ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ, 0.5 to 1.5 ppm വരെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോറാമിൻസ് ആൻഡ് ലിക്വിഡ് ക്ലോറിൻ ഓർ ഗേഷ്യസ് ഫോം ഓഫ് ക്ലോറിൻ ഫോമിലാണ്. ലോക്കലി റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വിതിൻ റീച്ച് നമുക്ക് സപ്ലൈ ചെയ്യണം എന്ന് ട്രീറ്റ്മെന്റ് പ്ലാനിലാണ് ആദ്യം പറഞ്ഞ കേസ്. ഓക്കെ, നമ്മൾ ലോക്കലി ഹൗസ് ഹോൾഡ് പർപ്പസിന് എപ്പിഡമിക്സ് സ്പ്രെഡ് ഒക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏതാണ്, ബ്ലീച്ചിങ് പൗഡറാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഏത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്ലോറിനേഷൻ കാണാം. അതായത് വോട്ട് ഈസ് പ്ലെയിൻ ക്ലോറിനേഷൻ, വോട്ട് ഈസ് പ്രീ ക്ലോറിനേഷൻ, പോസ്റ്റ് ക്ലോറിനേഷൻ, ഡബിൾ ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ, ഡീ ക്ലോറിനേഷൻ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി വോട്ട് ഈസ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.